ഹലോ, ഇന്ന് നമുക്ക് അല്പം തലക്കറി ആയാലോ? അതിനായിട്ട് ചൂരമീൻ്റെ തലയായി കിട്ടിയത്. അത് എല്ലാം പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നെല്ലാം ഇളക്കി കളഞ്ഞ് ക്ലീൻ ആക്കി കൊണ്ടുവരട്ടെ. അതിൻ്റെ സ്കിന്നെല്ലാം ഇളക്കി ഞാൻ ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടത്തിൽ 2-3 പീസും കൂടി ഇട്ടിട്ടുണ്ട്. വെറും തല മാത്രമല്ല കേട്ടോ. ഇനി നമുക്ക് മീനിന് പുളി വേണമല്ലോ എന്തായാലും. അപ്പം ഒരു 5-6 ചുള പുളി എടുത്ത് കഴുകി വെള്ളത്തിലിടാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുടംപുളി എന്നാണ് ഇതിന് പറയുന്നത്. കുടംപുളിയാണ് ഇടുന്നത്. ചിലർ പിഴിപുളി ഇടും. 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് പുളി ഇറങ്ങാനായിട്ട് നമുക്ക് വയ്ക്കാം. ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. ബാക്കി പിന്നെ ഇടാം. ഇനി ഒരു മൺചട്ടി എടുക്കുക. അതിനകത്തോട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അതിനുശേഷം നമുക്ക് ഒരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി നല്ലതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ അല്പം വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു. അരിയേണ്ടവർക്ക് അരിഞ്ഞു വിടാം, ചതയ്ക്കേണ്ടവർക്ക് ചതച്ചു വിടാം. ഞാനിപ്പോൾ ചതച്ചാണ് ഇട്ടേക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. വീണ്ടും അത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വരും, ഒരു ഗോൾഡൻ കളർ ആകും. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. ഈ ഉള്ളിയൊക്കെ മൂത്തില്ല എന്നുണ്ടെങ്കിൽ അത് നാളത്തേക്ക് ഇരുന്നാൽ അഴുക്കായിപ്പോൾ അതിനത് നല്ലതായിട്ട് മൂക്കണമെന്ന് പറയും. ഇനി ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്, ടീസ്പൂണിനാണ് എടുത്തേക്കുന്നത്. മുളക് പൊടി ഒരു 6 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 6 ടീസ്പൂണെന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂണാണ്. അതൊന്ന് വെളിച്ചെണ്ണയ്ക്കകത്തോട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. പച്ചമണം മാറുമ്പോൾ ഈ പുളിവെള്ളത്തിലെ പാതി ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പുളിവെള്ളം ഒഴിക്കുമ്പോഴത്തേന് മുളക് പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വീർത്ത് വരും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനകത്ത് വെള്ളമെല്ലാം പറ്റുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേനും മുളക് പൊടി മൂക്കുകയും ചെയ്ത് കളറൊക്കെ ചേഞ്ച് ആകുകയും ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള പുളിവെള്ളവും പുളിയും ഉപ്പും എല്ലാം കൂടി കലക്കി നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഈ മീനിന് എന്തോരം ചാറ് ആവശ്യമാണ് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ചാറ് ഒന്നും കൊള്ളത്തില്ല. ഒരു മീഡിയം ഇങ്ങനെ പരന്നിരിക്കുന്ന ടൈപ്പാണെങ്കിൽ ടേസ്റ്റ് ഉള്ളൂ. അത്രയും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കത് അടച്ചു വെച്ച് നന്നായി വെട്ടി തിളയ്ക്കുന്നിടം വരെ തീ കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തലക്കുട്ടപ്പന്മാരെയെല്ലാം പെറുക്കിയിടാം. ആദ്യം തന്നെ ഞാനൊരു തലയുടെ കണ്ണനെ എടുത്തിട്ടു. അത് കഴിഞ്ഞ് 2-3 പീസ് എടുത്തിട്ടു. ഇനി എല്ലാം അങ്ങോട്ട് ഇടാം. ഇതെല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ചട്ടി എടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അല്ല തവി ഇട്ട് ഇളക്കി പൊടിഞ്ഞു പോകുന്ന. അതുകൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് നല്ല തീ കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലതായിട്ട് തീ കൊടുക്കാം, നല്ല തിളക്കട്ടെ. ഇനി ഞാനത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, ഇച്ചിരി ഉപ്പും കൂടി ഇടാം. പുളി ഇറങ്ങിക്കോളും. അതിനുശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം. സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം സിമ്മിൽ കിടന്ന് ചാറെല്ലാം കുറുകി വരുന്നിടം വരെ നമുക്കത് വേവിച്ചെടുക്കാം. ഇതാ നോക്കൂ, മീനിൻ്റെ ചാറൊക്കെ കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമാണ്. മീൻ കറി വെച്ച് പിറ്റേ ദിവസം കൂട്ടാനാണ് നല്ലത്. ഓക്കേ.